നമസ്കാരം. വർഗീയ ധ്രുവീകരണത്തിനും വർഗീയ പരാമർശത്തിനും നമ്മുടെ UP ആദിത്യനാഥിനെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ, UP മുഖ്യമന്ത്രിയായിട്ടുള്ള. നമുക്കറിയാം, അവിടെയാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഈ പറയുന്ന വർഗീയ ചേരിതിരിവും വർഗീയതയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ സംഭൽ എന്ന് പറയുന്ന വിഷയത്തിൽ ലീഗുകാർ കയറി അങ്ങിടപെട്ടു. അത് പാടില്ല എന്നുള്ളത്. അപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ, ലീഗുകാരും ഈ വിഷയത്തിൽ സംഭൽ വിഷയത്തിൽ കയറി ഇടപെടാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല. കാര്യം എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് മുസ്ലിം ലീഗുകാർക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ സനാതന വേരുകളില്ല. സനാതന വേരുകളുള്ളത് എപ്പോഴും ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിനാണ്. ഹിന്ദു സമൂഹമാണ് സനാതനവാദികൾ എന്ന് പറയുന്നത്. ഈ സംഭലിനെ സംബന്ധിച്ചും അതായത് ബാബറി മസ്ജിദിനെ സംബന്ധിച്ചും ഒക്കെയുള്ള വിവാദങ്ങൾ നമുക്കറിയാം. ഇവയൊന്നും ഈ സംഭലിനെ ആകട്ടെ അല്ലെങ്കിൽ ഈ ബാബറി മസ്ജിദിനെ ആവട്ടെ, ഈ സ്ഥലങ്ങളെയൊക്കെ തന്നെ ഒരിക്കലും മസ്ജിദ് എന്ന് വിളിക്കാൻ പാടില്ല. മസ്ജിദ് രൂപത്തിലുള്ള തർക്കമന്ദിരങ്ങൾ എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് അടിവരയിട്ട് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കാര്യം ഇത്തരത്തിലുള്ള സർവേകളൊക്കെ വേണ്ട, ഇത്തരത്തിൽ സർവേകളുമായി മുന്നോട്ട് പോകരുത് എന്ന തരത്തിലുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക ഓർഡർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UP മുഖ്യമന്ത്രി നടത്തുന്നത് അങ്ങേയറ്റത്തെ കോടതിയലക്ഷ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോടതിയലക്ഷ്യം തന്നെയാണ്. അതിനദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഐനി അക്ബരി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം അതിന് ഉദ്ധരിക്കുന്നത്. 1526 1528, അതായത് 1526 സംഭലും 1528 അയോധ്യ എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്നത് ക്ഷേത്ര നിർമ്മിതികളായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന 2026 28 26 സംഭലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് ക്ഷേത്രഭൂമിയായിരുന്നു. അതെങ്ങനെ ശരിയാവും? സംഭലിലുണ്ടായിരുന്ന ക്ഷേത്രഭൂമിയാണ് എന്ന് അല്ല എന്നുള്ള വിവരം വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? അതിനോട് ചേർന്ന്, അതായത് സംഭൽ നിൽക്കുന്നതിൻ്റെ മതിൽക്കെട്ടിനകത്ത് എവിടെയും ഒരു ക്ഷേത്രത്തിൻ്റെ യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്ന ആൾക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ആ ഒരു സമുദായത്തിൽപ്പെട്ടവർ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നതാണ്. അവിടെ നാഗപ്പാടെ ആ ക്ഷേത്രത്തിൽ കുറേ കാലം, ഏകദേശം 2000-ൻ്റെ ആ ഒരു ആദ്യ പകുതി വരെയൊക്കെ അവിടെ കുറച്ചു കാലം അവിടെ പൂജയൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അതിനുശേഷം അവരങ്ങ് പോയി. അതുകൊണ്ട് അതിൻ്റെ താക്കോല് പോലും അവരുടെ കൈവശമുണ്ട്, ആ കുടുംബക്കാരുടെ കയ്യിലുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ്, വ്യക്തമാക്കിയിരുന്നതാണ്. പിന്നീട് സംഭൽ എന്ന് പറയുന്നതിനെ ഒരു വലിയ വർഗീയ ധ്രുവീകരണത്തിനുള്ള ആയുധമാക്കി UP അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് മാറ്റുകയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും, അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനെയൊന്നും ഈ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അതിനു മുമ്പ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ മുകളിൽ, അതായത് 26 28 ഈ സംഭലിൽ 26 മുൻപ് വരെ ക്ഷേത്രമുണ്ടായിരുന്നു. അതിനുശേഷം 26 അവിടെ പള്ളി പണിയുകയായിരുന്നു, മസ്ജിദ് പണിഞ്ഞുയർത്തുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നെ വേറൊരു കാര്യം, അവരുടേതായ മത ചിട്ടകൾ എടുത്തു വെച്ച് പറയുകയാണ്. അതായത് നിർമ്മിതികൾ, അവർക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം നിർമ്മിതികളുടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അവർക്ക് ക്ഷേത്രങ്ങളില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മിതികളുടെ ആവശ്യമില്ല ദൈവ ആരാധനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. അവർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാവണം, അവിടെ പൂജാരികൾ ഉണ്ടാവണം, അവിടെ ആരാധനാക്രമങ്ങൾ ഉണ്ടാവണം. മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ലീഗിന് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള യാതൊരു അധികാരവുമില്ല. ഇതെല്ലാം മുസ്ലിം വിരുദ്ധതയാണ്. ഇപ്പം മുസ്ലിങ്ങൾക്ക് പള്ളി വേണമെന്ന് പറയുന്നത് അത് മുസ്ലിം വിരുദ്ധതയാണ്, ഇസ്ലാമിക് വിരുദ്ധതയാണ്. ഇസ്ലാമിൻ്റെതായ സന്ദേശങ്ങൾക്കെല്ലാം വിപരീതമായി നിൽക്കുന്ന ഒന്നാണ് പള്ളി വേണമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അതിനൊന്നും ആവശ്യപ്പെടരുത്. പിന്നെ അതോടൊപ്പം തന്നെ അവരെ അവിടെ ആരാധന നടത്താൻ പാടില്ല അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ. അത് തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും ആരാധന നടത്തുന്നുണ്ടെങ്കിൽ അതിനെ തടയണം. എന്തൊക്കെ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളാണ് അദ്ദേഹം നടക്കുന്നത്, ഈ യോഗി ആദിത്യനാഥ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത്? മറ്റുള്ളവരുടെ വർഗീയ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടെ നിർമ്മിതികളൊന്നും ഉണ്ടാക്കാൻ പാടില്ലത്രേ. അപ്പോൾ സത്യത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ എത്ര പേരുടെ മതവികാരങ്ങളാണ് ഈ രാജ്യത്ത് വ്രണപ്പെട്ടത്? ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്ന ഒരു സമയമായിരുന്നില്ലേ ബാബറി മസ്ജിദ് പൊളിച്ചത്? ഇപ്പോൾ സംഭലിൽ തന്നെ 6 യുവാക്കളല്ലേ കൊല ചെയ്യപ്പെട്ടത്? അപ്പോൾ ഇതിലൊന്നും ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഏറ്റവും ഒരുപക്ഷെ ലോകാത്ഭുതങ്ങളിലേക്ക് ഇടം പിടിക്കാൻ പോയ ബാബറി മസ്ജിദിനെ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ താഴികക്കുടങ്ങളിൽ കയറി നിന്നുകൊണ്ട് അതെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് അവിടെ കാവിക്കൊടി സ്ഥാപിച്ചപ്പോൾ ഇവിടെ ആരുടെയും മതവികാരം വ്രണപ്പെട്ടില്ലേ? ഇവിടെ മനുഷ്യത്വം എന്ന് പറയുന്നത് മരവിച്ച് നിന്ന ദിവസങ്ങളായിരുന്നില്ലേ? അതൊക്കെ നമ്മൾ രാജ്യത്ത് കണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം.
അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ യോഗി ആദിത്യനാഥിനോട് സാധാരണക്കാർക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കെട്ടിടങ്ങൾ ഇസ്ലാമിക തത്വവിരുദ്ധമാകുന്നത് എങ്ങനെ? അവർക്ക് അവിടെ പണിഞ്ഞുകൂടെ? കെട്ടിടങ്ങൾ പണിഞ്ഞുകൂടെ? അവിടെ ഒരിക്കലും ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് സത്യത്തിൽ ചെയ്തത്. ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന ബാബറി മസ്ജിദിനുള്ളിൽ ഒരു രാമൻ്റെ വിഗ്രഹം ഉയർന്നു വരുന്നു. അങ്ങനെ അവിടെ ഒരു വലിയ തർക്കമുണ്ടാകുന്നു. അങ്ങനെയൊക്കെയല്ലേ ഈ ക്ഷേത്രങ്ങൾ, ഈ പറയുന്ന പള്ളികളെല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീസർവേ നടത്തുന്നു. ആ സമ്പലിൽ അവിടെ എന്തോ ഉണ്ട്. അജ്മീറിലെ ദർഗയിൽ റീസർവേ നടത്തുന്നു. അവിടെ എന്തോ ക്ഷേത്രമുണ്ടായിരുന്നു അത്രേ. ഏകദേശം 100-ലധികം ഹർജികളാണ് ഇപ്പോൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ മുകളിൽ ദർഗകൾ അല്ലെങ്കിൽ മസ്ജിദുകൾ പണിഞ്ഞുയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്നത്. റീസർവേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല കോടതികളിലായി കിടക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. അപ്പം ഈ സാഹചര്യത്തിൽ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെയാണ്, പച്ചയായ കോടതിയലക്ഷ്യം നടത്തുന്ന ഒരു ഭരണാധികാരിയെയാണ് സത്യത്തിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന നേതാവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.